നമ്മൾ വേണ്ടത് ആ ഇരുന്നിടത്ത് അതേപോലെ ഇരിക്കുക. ബി ഫ്രീ. ഞാൻ വീണ്ടും 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 പറയുന്നു, നമ്മൾ പഞ്ഞി പോലെയാകാം. പഞ്ഞി പോലെ ഫ്രീ ആവും. പല പ്രയാസം ഉണ്ടാവും, മെൻ്റലി, ഫിസിക്കലി, ഇൻ്റലക്ച്വലി എല്ലാം നമുക്ക് ഏകതയുണ്ടാവണം. അപ്പോൾ ഏകത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ആ ഏകത നമ്മൾ കഴിഞ്ഞ വിഷയമായിട്ട് കണക്ട് ചെയ്യണം. കഴിഞ്ഞ വിഷയമായിട്ട്, 7-ാം തീയതിത്തെ വിഷയമായിട്ട്, ഇന്നലത്തെ വിഷയമായിട്ട് കണക്ട് ചെയ്യണം. ഇന്നലെ വേറെ എന്താ വിഷയം എന്നറിയില്ല. 7-ാം തീയതി ഒരു വിഷയം നമ്മൾ പറഞ്ഞിരുന്നു, യാത്ര. യാത്ര, ആ യാത്ര എന്ന് പറയുന്നത് ഒഴുക്കാണ്. ആ ഒഴുക്ക് ഏകത. ഏകത എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കെത്തണം. അപ്പോൾ ആ ഒന്ന് എന്ന് പറയുന്നത് എന്താ? പൂർണ്ണത, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആവും. അത് നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് അതിനെ എങ്ങനെ കൊണ്ടുപോകാൻ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നുകൊണ്ട് ആ 2 വിഷയം തീർന്നു. യാത്ര, ഏകതയിൽ എത്തണം. അന്നേരം വർമാജി പറഞ്ഞ് ഏതോ ഒരു സാരവും ഇല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ആവും തോന്നില്ല, പക്ഷേ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. നിങ്ങൾ ഏകത എന്നുള്ള വാക്ക് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒറ്റ വാക്കിൽ പല അർത്ഥങ്ങളുണ്ടാവും. ആ അർത്ഥങ്ങൾ ഇങ്ങനെ ചകഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുക. ആ ഇരുന്നിടത്ത് അതേപോലെ ഇരിക്കുക. സുഖാസനം എന്ന് പറയും. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഏകത പഠിക്കേണ്ടത്. സുഖാസനം എന്ന് പറയുന്നത് യോഗാസനത്തിൻ്റെ ഒരു വലിയ തലതൊട്ടപ്പന. സുഖാസനം നമ്മളെ ആരും പഠിപ്പിച്ചതല്ല, നമ്മൾക്ക് ജനന ഉള്ള ഒരു സാധന. സുഖാസനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇരുന്നാലൊരു സുഖം കിട്ടുക, അങ്ങനെ ഇരിക്കുക. അതാണല്ലോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് യോഗ ക്ലാസ് പോയി ചേരും. ഫസ്റ്റ് ദിവസം തന്നെ പത്മാസനം പഠിപ്പിക്കും. ഈ കാലെടുത്ത് ഈമിലേക്ക് വെച്ച് ഈ കാലേക്ക് എടുത്ത് പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് പരിചയമില്ലല്ലോ, നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് പരിചയമില്ല. അപ്പോൾ കാലിൻ്റെ ഇടുപ്പ് വേദന തുടങ്ങി. യോഗാസനം നിർത്തുകയും ചെയ്തു. പോയിട്ട് മസിൽ ഭയങ്കര വേദനയപ്പോൾ കുറേ ആയി ചെയ്തിട്ട്. എന്തെങ്ങനെ വരുന്നത് ഇതിങ്ങനെ പടഞ്ഞ് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് സുഖാസനമാണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ഒരു പ്രായമുള്ള വക്കീല, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാൻ വെച്ചാൽ കോടതിയിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഓഫീസിൽ ഇരുന്നിന് പഴയ മരക്കേശേരി. എന്നിട്ട് കാലെടുത്തിട്ട് മേശയിൽ വെച്ചിന്. എന്നിട്ട് ആ 2 കാലിങ്ങനെയല്ല, അതിൻ്റെ ഉള്ളൂട്ടിയാന്ന് നോക്കുന്നത് വരുന്നവരാ. അപ്പോൾ എനിക്ക് കറക്റ്റ് തന്നെ കിട്ടി. അയാളെ വ്യൂവിൽ കിട്ടി. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് കാണാനാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂട്ടിയാണ് ഇത് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഖം അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് കുട്ടികളിരിക്കുക, പെൺകുട്ടികൾ പ്രത്യേകിച്ച് കാല് വെച്ചിട്ട് പണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാല് പണിച്ചിട്ടായിരിക്കും. എനിക്ക് തിരുച്ചമ്പലത്ത് പോയപ്പോൾ ഒരു അശോകൻ എന്ന് പറഞ്ഞ അച്ഛനെ കാണാൻ പോയത്, ഞാനും പറഞ്ഞ. അപ്പോൾ ഒരു പെൺകുട്ടി ആടി ഇങ്ങനെ കസേരയും വീഴുന്ന കാല്. ഞാൻ ചെയ്യുന്ന ഒരു കാലേ ഉള്ളൂ. ഞാൻ എനിക്ക് ഒറ്റക്കാലേ ഉള്ളൂ. അല്ല 2 ഉണ്ട് എന്ന് ഒറ്റടുത്ത്. എന്നിട്ടും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനടുത്ത്, അമ്മ എണീറ്റുണ്ട്. ഏടെ പോയി ഓൻ്റെ കാര്യം പോക്കാന്നുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു സുഖത്തിൽ അങ്ങനെ ഇരിക്കുക പഠിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സുഖാസനത്തിലിരിക്കുക. എങ്ങനെ ഏകത കിട്ടുമെന്നറിയോ? സിമ്പിൾ. ഒരു ശ്ലോകത്തിൻ്റെ ഒരു അംശം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ചിലപ്പോൾ പറയാതിരിക്കാക്കെന്നാ അറിയാം, ഒരു ശ്ലോകം അറിയില്ല, ഒന്ന് പോട്ടനാന്ന് തോന്നും. അപ്പോൾ ഈ ശ്ലോകം ചൊല്ലി തുടങ്ങുന്നത് 10 കൊല്ലമായി നിർത്തിയിട്ട്. കാരണം അടിപൊളിയാന്ന് പറയും. സപ്താഹത്തിന് പോയിന് എനിക്കെന്താ തിരിഞ്ഞിന്? എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഉപ്പുമാവും പഴവും അടിച്ചു മാറ്റിയിട്ട് 7 ദിവസം വേറെന്താ ഗുണം കിട്ടിയിട്ട് സപ്താഹം കൊണ്ട് ഇത് മനസ്സിലായത് ചോദിക്കുന്നത്. അപ്പോൾ സപ്താഹാചാര്യനോട് പയ്യന്നൂരിൽ ഞാൻ പറഞ്ഞു, ഒരു ഉപകാരം ചെയ്ത ഗുണം, സപ്താഹ ദിവസം വൈകുന്നേരം ആ സപ്താഹ ആചാര്യൻ തന്നെ ഒരു പ്രഭാഷണം നടത്തുക. എന്തെന്നറിയോ? അന്നത്തെ ദിവസത്തെ വിഷയം പറഞ്ഞുകൊണ്ട് വന്ന പിറ്റേന്നത്തെ തൊടിയിച്ചു പോയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ടും സംഭവം അടിപൊളിയായിരുന്നു. സപ്താഹാചാരം അടിപൊളി കമ്മിറ്റീൻ്റെ അടിപൊളിയായി. 7 ലക്ഷം റുപ്യ കഴിഞ്ഞ് സപ്താഹം കഴിയുമ്പോഴേക്കും. എന്തു മനസ്സിലായി എന്നുള്ളതാ ചോദ്യം. ഇത്രയേ ഉള്ളൂ. എന്തു മനസ്സിലായി എന്ന്. അപ്പോൾ ഇവിടെ മനസ്സിലാവുക എന്ന് പറഞ്ഞൊരു സാധനമാണ് പണ്ടേ നമ്മളെ വാക്ക്. ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ടീച്ചർ ചോദിക്കൽ മനസ്സിൽ ആയോ എന്നാണ്.
പെട്ടെന്ന് ചിലപ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ എന്നാ ചോദ്യം. മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിൽ ആയി. ആ മനസ്സിലായാൽ പിന്നെ അത് തകട്ടിക്കോളും. തൊടുവേ വേണ്ടു, തൊട്ട് കിട്ടിയ അത് ക്ലിയർ ആവും. ആ തൊട്ട് കിട്ടലാണ് ഇതിൻ്റെ പ്രധാനം. മനസ്സിലായില്ലേ? അത് നമുക്ക് വളരെ 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 പ്രധാനം. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അധികം ചിരിച്ച നിങ്ങളാണ്. ഞാൻ വെച്ച് നിങ്ങൾ എടുത്തു 100 മുമ്പിൽ. മനസ്സിലായ? അപ്പോൾ ആരോ ഒരാൾ രാത്രി എന്നെ വിളിച്ചിട്ട് 10:15 അഴി കൂടുന്നാറ്റം പറഞ്ഞു. എന്നോട് പറഞ്ഞ് ചിരിച്ച് മരിച്ചിനി. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാ എന്നെ വിളിക്കുന്നത്? ചിരിച്ച് മരിച്ചാൽ പിന്നെ ആളുണ്ടാ? അതാണ് ആ സുഖമില്ലേ? ആ സുഖമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവണം. സങ്കടമെല്ലാം ഉണ്ട്, എനിക്കില്ലേ, എല്ലാവർക്കും ഉണ്ട്. ഉറുമ്പിന് തലവേദനയുണ്ട്. ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരുന്നു, ഈവൻ ആൻഡ് ഹാസ് ഹെഡേക്ക്. ഉറുമ്പിന് വരെ തലവേദനയുണ്ട്. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഉറുമ്പിന് വരെ. പിന്നെ നമ്മളെ കാര്യം പറയണം, ആർക്കാ പ്രയാസമില്ലാതെ? പെയിൻ അതുണ്ടാവും, ട്രബിൾ അതുണ്ടാവും, പ്രോബ്ലം അതുണ്ടാവും. പക്ഷെ സൊല്യൂഷൻ ആ ഏകത. ആ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതല്ല, അത് ഉണ്ടാവേണ്ടതാണ്. അത് എവിടുന്ന ഉണ്ടാവുക? ഉദയരുന്ന ഇവിടുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ഇവിടുന്നുണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. വരുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പം പ്രോബ്ലം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടുന്ന് അമ്മ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഈ പ്രോബ്ലം കൂടുന്നതിൻ്റെ കാര്യം നമ്മൾ അതിലേക്ക് അടുപ്പിക്കുന്നതാണ്. നമ്മളെ ക്യൂവിലേക്ക് വലിക്കാൻ ആ പ്രോബ്ലം തരുന്നത്. ആ പ്രോബ്ലം തരുമ്പേ നമ്മൾ ഓർമ്മിക്കുമല്ലോ. പ്രോബ്ലം തന്നുകൊണ്ടേയിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു നാൾ ക്യൂലായി, ഇനി പിടിച്ചോ, ഇരുന്നെടുത്ത് അതേപോലെ ഇരിക്കുക. എന്നിട്ട് 2 സെക്കൻഡ് മതി. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഓർമ്മിക്കും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ആളാ ഓർമ്മിച്ചോ. ഞാൻ ചോദിക്കൊന്നുമില്ല, ഓർമ്മിച്ചോ. ഇതിൽ കൈയൊന്നും പൊന്തിക്കണ്ട. അതാളെ ഓർത്തെ അരങ്ങുണ്ട ഉണ്ടാവില്ല, പേടിക്കണ്ട, ഉണ്ടാവില്ല. എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഓർത്ത ആരങ്ങുണ്ടോ? ലെറ്റസ് സ്റ്റാർട്ട്. ആടുന്ന് തുടങ്ങണം. ഈ ലോകത്തിന് ഏറ്റവും ഇഷ്ടം 2 ആളെ ഓർമ്മിക്കാൻ പറഞ്ഞില്ലേ? 2 ആൾ. അതിലൊന്ന് ഏത് മേനോ? അവനോ? ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളല്ല, ഞാൻ. എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആടുന്ന് തുടങ്ങാം. ഏകത. 2 ആളെ ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചാൽ ഒന്ന് ഞാനായിരിക്കണം. അടുത്ത നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു. കോഴിക്കോട് അങ്ങാടിപ്പുറത്ത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഓർമ്മയില്ല, മഹിളകളുടെ വലിയൊരു സംഗമം ഉണ്ടായിരുന്നു. മഹിളകളുടെ സംഗമം. ആ സംഗമത്തിൽ അമ്മമാരുടെ സംഗമമാണ്. അപ്പം ഞാൻ ഇവിടുന്ന് മുണ്ടൽമാടി കെട്ടി പോയിട്ട് ആടി എത്തി നോക്കുമ്പോൾ 2:30 പരിപാടി. ഞാൻ 2 മണിക്ക് എത്തി. അപ്പോൾ ആ ഹോളിൻ്റെ പുറത്ത് ഇങ്ങനെ ആളിങ്ങനെ വരുന്നേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു കസേരയിലിരുന്നു. ആളുമില്ല, സംഘാടകനൊന്നും എന്നെ കണ്ടിട്ട് തിരിച്ചിട്ടില്ല, ആലിയില്ല. ഭയ്യ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ആരാമപ്പം എവിടുന്നെങ്കിലും വന്നിട്ട് നല്ല ടൈം പോകണ്ടേ? ഫുഡുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫുഡ്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ 2:30 to 4 എൻ്റെ വിഷയം. അപ്പോൾ അവിടെ ഇങ്ങനെ എത്തി. അതിൻ്റെ ഒരു സംഘാടക, ഒരു പ്രൊഫസറാണ്. അവർ വന്നു. നിങ്ങളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ തന്നെയാണ്, ഒന്നും ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിങ്ങനെ ഒരു മുണ്ടൂർ ഷർട്ടിലിട്ട് പോയതല്ല. അതായിരിക്കില്ല അവർ പ്രതീക്ഷിച്ചു. ഫുൾ സ്ലീവെല്ലിട്ട് ഷൂ എല്ലാം ഇങ്ങനെ മാന്തി പറിച്ചിട്ടല്ല. ഞാനിങ്ങനെ പോയിരുന്നു. അപ്പോൾ ഇവർ ഈ പരിപാടിക്ക് 800 ചില്ലറ ആളുണ്ടായി. 800 ചില്ലറ അമ്മമാർ മാത്രമാണ്. അതെങ്ങനെയാണ് 800 ചില്ലറ അമ്മമാരെന്ന് മനസ്സിലായത്? 800 ചില്ലറ വടയും ചായയും പോയി. അങ്ങനെയല്ലേ ഇപ്പോൾ ആളി എണ്ണുക. അന്നദാനത്തിനാണ് കണക്കായിട്ടാണ് പ്രഭാഷണത്തിൻ്റെ. പക്ഷെ ഇവിടെ സംഭവങ്ങൾ എന്താ ഞാൻ പറയാൻ കാരണം അറിയോ? വിളിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാൻ കാരണം, ഒരു അന്നദാനം ഇല്ലാണ്ട് ഇത്രയും ആൾ വന്നിരിക്കട്ടെങ്കിൽ ഇത് സംഭവമാണ്. എൻ്റെ എല്ലാവരും ബോർഡ് വെക്കണം, അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. സംഭവമായി. അതിനാളുണ്ടാവും. 2000 ആളല്ലേ കഴിക്കുന്നു. 2000 ആൾ 3 വട്ടം വാങ്ങിയാൽ എത്ര കിലോ ആയിരിക്കും? അന്ന് 3 വട്ടം വാങ്ങണം എന്നാ കണക്ക്.
എവിടെയാ പറഞ്ഞിനി? പണ്ടേ പറയുന്നതാ മൂന്നോട്ടം വാങ്ങണം. അപ്പൊ ഇതെന്താ ഇതിന്റെ കാര്യം? ഈ ഇങ്ങനെ ഇരിക്കല, ഇതാണ് സക്സസ്. ഏകത ഇതാണ്. ഒന്നും ലക്ഷ്യം വെച്ചിട്ടല്ല വരുന്നത്, ഒന്നും ലക്ഷ്യം വെച്ചിട്ടല്ല. ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നാൽ. അപ്പം ഞാൻ ആടെ ചോദിച്ചപ്പോൾ, ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാളെ ഓർമ്മിക്ക്, നിങ്ങൾ സൈലൻ്റായി ഇരുന്നിട്ട്. ഇങ്ങനെ ഓർത്തു, കണ്ണടച്ചിരുന്ന് ഓർത്തു. അത് കഴിഞ്ഞപാട് ഞാൻ ചോദിച്ചു, അതാതാളെ ഓർത്ത് ആരും ഉണ്ടാവും? ആരുമില്ല. പേടിക്കണ്ട, ആരും ഉണ്ടാവില്ല. കേരളത്തിൽ ആരും ഉണ്ടാവും, ആരും. പക്ഷെ എൻ്റെ സൈഡിൽ ഇതിൻ്റെ സംഘാടക ഇരുന്നിന് ഒരു പ്രൊഫസർ. ഞാൻ ചോദിച്ചു, പ്രൊഫസർ എനിക്കൊരു ചോദ്യം, മേ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? എന്താ? ഡെഫിനറ്റ്ലി ആസ്ക് മീ. ഞാൻ പറഞ്ഞു, ഈ പ്രൊഫസർ നിങ്ങൾ ആരൊക്കെയാണ് ഓർത്തെന്നൊന്ന് പറയാം. ഒരാൾ പറഞ്ഞാൽ മതി. ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാളെ ഞാൻ ഓർത്തത് ആരെയാണെന്നൊന്ന് പ്രൊഫസർ പറയുമോ എന്ന് ചോദിച്ചു. പ്രൊഫസർ എണീറ്റ് നിന്ന് വലിയ 1 ലക്ഷത്തിൻ്റെ ഫോണായിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ പറയണോ? ഞാൻ പറഞ്ഞു, പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓർത്ത രണ്ടാളാരാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? ആ പ്രൊഫസർ പറഞ്ഞു, ഉത്തരം ഏതെല്ലാം പറയും. 1 മമ്മൂട്ടി, 2 ഷാരൂഖ് ഖാൻ. തെറ്റില്ലല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാൻ അവകാശമില്ലേ? ഉണ്ട്. ഉടനെ ഞാൻ ചോദിച്ചു, പ്രൊഫസർ നിങ്ങളുടെ മക്കളെ പറ്റി ഓർത്തില്ല? ഇല്ല, അഞ്ചോട്ടാ പറഞ്ഞു. ഇല്ലേ? പിന്നെ കഷ്ടകാലത്ത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ഹസ്ബൻഡിനെ പറ്റി? അയ്യോ, അറ്റാക്കായി പോറെപ്പറ്റി ആലോചിച്ചാൽ ചത്തു. പിന്നെ നിങ്ങൾ ആരെ പറ്റി ആലോചിച്ചത് എറണാകുളത്തുള്ള മമ്മൂട്ടിനെ പറ്റി, ഇതുവരെ കാണാത്ത ഷാരൂഖ് ഖാൻ. അന്താരാഷ്ട്ര കാര്യങ്ങളെല്ലാം പറയും. ഇവിടെ കാലിയ തുടങ്ങിയാലും നമുക്ക് ഏകത എന്ന് പറഞ്ഞാൽ ഈലിന്നാണ് ഊതിപ്പെരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. പറച്ചിലല്ല, ഞാൻ വലിയ അന്താരാഷ്ട്ര കാര്യം പറയും. പക്ഷേ ഇവിടെ ചെറുങ്ങനെ ഒന്ന് തൊട്ടാൽ ഏകതയിലേക്ക് തൊടണം. ഏകതയേ ഉള്ളൂ, ഈ പ്രകൃതിയിൽ ഏകതയേ ഉള്ളൂ. നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി മുതൽ ആരിൽ നിന്ന് തുടങ്ങണം? എന്നിൽ നിന്ന്. നാളെ മുതൽ എന്നിൽ നിന്ന് തുടങ്ങി നോക്കിയേ. എന്നിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്യാന്നേ. അപ്പം എന്നിലൊരു വൈവിധ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസത്തെ യാത്ര, എന്നിലൊരു യാത്രയുണ്ട്. ആ യാത്ര ഏകതയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കണേ, ഏകതയിലേക്കാണ് പോകുന്നത്. ഭക്ഷണം കഴിക്കാനിരുന്ന് ഇലയിൽ 9 കൂട്ടം കറി, ചോറ്, അതിൻ്റെ കുഴി, അതിൽ ഭക്ഷണത്തിൻ്റെ കറി, പപ്പടം എല്ലാം ഉണ്ട്. എത്ര യാത്രയാണ്! ആടെ വെച്ചു, ഇല വെച്ചു, പച്ചടി വിളമ്പി. വിളമ്പുമ്പം കണ്ണ് നോക്കി ഇലയ്ക്ക്, കണ്ണിനൊരു യാത്ര. എടുത്തേക്ക് പച്ചടിയിലേക്ക്. അപ്പാട് കണ്ണിന്നൊരു യാത്ര നാവിലേക്ക്. ഇവിടെ വെള്ളം പൊട്ടി. തൊട്ടിട്ടില്ലാന്നേ. പച്ചടി വിളമ്പലും ഇവിടെ വെള്ളം പൊട്ടലും പിടിച്ചേക്കാൻ കഴിയില്ല. അത് വാരിത്ത് നിന്ന്. അന്നദാനമാണ്, ഹിന്ദുവിൻ്റെ അന്നദാനം വമ്പ സംഭവമാണ്. നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കിക്കോ, ബേജാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇനി വിളിക്കേണ്ട എന്നെ പറയൽ. ഈ ഉച്ചക്ക് അന്നദാനം കൊടുക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ എന്താണ് അന്നദാനം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസ് കൊടുക്കണം. അല്ലെങ്കിൽ അപകടമാണ്. പണ്ട് കേളിപാത്രം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ്, അതില്ലിപ്പോൾ പൊളിച്ച് കൈമ കൊടുത്തു. കേളിപാത്രം ഈ സാധനം എടുത്തിട്ട് പായും ഓരോ വീട്ടിലേക്ക്. ദാനാന്ന് മണി അടിച്ചിട്ട് പായും. കൊടുക്കലല്ലേ, ഭിക്ഷാന്തേഹി, ഭിക്ഷയാചിച്ച് പായാണ്. ആ പാച്ചലാണ് അന്നദാനം. സൂക്ഷിച്ചോ. ദാനല്ല, അവിടെ പോയിട്ട് യാചിക്കുക. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടാണെങ്കിൽ വളരെ സന്തോഷം. ഇങ്ങനെ നിന്നിട്ട് കാണണം. അംബാനിയെല്ലാം നിന്നിട്ട് കണ്ട ഭയങ്കര ചിരി വരുമോ, അങ്ങനെ കിട്ടും. എത്രയാ പൈസ കൈമേൽ, പക്ഷെ എന്നാലും ഇങ്ങനെ നിൽക്കണം. അപ്പം മറ്റോ വിളമ്പിക്കൊടുത്ത്. അപ്പം ഇതെന്താ ഈ അന്നദാനം? ഒരു ദാനം വാങ്ങലാണ്, കേരളല്ല. അന്നദാനം അതൊരു മഹാദാനം. അപ്പം അന്നം ഒരു യാത്ര കണ്ണ് യാത്ര ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കണക്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കിട്ടൂല. കഴിഞ്ഞ ദിവസം വന്നവരാരും ഉണ്ടായില്ലല്ലേ, എല്ലാം പുതിയ ആളാ. കണക്ട് ചെയ്ത് കിട്ടൂല. ആ വിഷയം ഞാൻ അവിടെ തൊടിയിച്ചു. യാത്ര ഇല്ലാത്ത ഒരു സാധനം പ്രകൃതിയില്ല. മൂവ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പച്ചടി വിളമ്പി മൂവ്. ബ്രെയിൻ പറഞ്ഞു നോക്കങ്ങോട്ട് നോക്കി. അപ്പോൾ നല്ലത് കാണാൻ. വായിന്ന് വെള്ളം പടപട പൊട്ടി. അപ്പോൾ കൈ അങ്ങോട്ട് പോയി. യാത്രയാണ്.
ഇതില്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാലോ ഭയങ്കര സംഭവം. ഒരമ്പലത്തിൽ പോയിട്ട് കണ്ടില്ല, ഇല വെച്ചു പോയി. ഉച്ചക്ക് കൂട്ടുകറി വിളമ്പിപ്പോയി. തിരിച്ചു വരുമ്പോൾ കൂട്ടുകറിയില്ല. ഭാര്യ തിന്നിട്ട് ചീത്ത പറയുന്നത് മറ്റേ ഉപ്പാപ്പ എൻ്റെ അടുത്തിരുന്നല്ലോ. അത് ഉപ്പാപ്പിയാ, ഇത് നല്ല ഉപ്പ്. പിന്നെന്തിനാ വന്നിനി? അല്ല കഴിക്കണ്ടേ. തൊട്ട് തിന്ന ഓരോന്ന് തോട്ടാൻ വിടരുത്. ഏതുവരെയെന്നറിയാം? ഇല വെച്ച് അവസാനത്തെ ഉപ്പ് വിളമ്പി വെള്ളം കൊടുത്ത് അത്ര വരേക്ക് കൺട്രോൾ യുവർ സെൽഫ്. കൺട്രോൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടിട്ട് കൈ കെട്ടിക്കോ. ചില എന്താ ചെയ്യാൻ, ഇത് കൈ ഓടിക്കളി പിടിച്ച് വെച്ചോളൂ. അത് തൊടുന്നതിങ്ങനെ വിളമ്പി തീർന്നാൽ നമ്മൾ ഏത് സ്ഥലത്താണ് ഉള്ളത്? 2 മക്കളെ ഒരു ഭോജനമന്ത്രം ചൊല്ലിച്ചാൽ ഏകത. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഭഗവത്ഗീതയിലെ ഒരു അധ്യായം മുഴുവൻ ചൊല്ലണം എന്നവർ. ഇത് പറഞ്ഞുതരാൻ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, ഒരധ്യായം ചെയ്യുന്നവരെ നിൽക്കാനായി ഇത് വെച്ചിട്ട്. എൻ്റെ അമ്മേ. അതുകൊണ്ട് മന്ത്രം ചൊരുക്കി അന്നപൂർണേ മഹാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീജ പാർവതി. ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അതങ്ങ് തുടങ്ങാം. ഏകത. വൈവിധ്യങ്ങളാണ് മുഴുവൻ. ഞാനത് പറയുമ്പോൾ നമുക്ക് പറയാം, അപ്പം മനസ്സിലായി. നേരെ ഒരു പെണ്ണുങ്ങൾ എണീറ്റ് വെച്ച് എന്നും പറയാങ്ങൾ എന്തെല്ലാം പറയുന്നത്. ഏകത നോക്കണം. വൈവിധ്യം എന്നൊരേലയിൽ പക്ഷെ ഒറ്റ കയ്യേ ഉള്ളൂ. ഇത് വലിക്കാൻ ചോറ് വലിക്കണം, ഉപ്പേരി വലിക്കണം, പപ്പടം പൊടിക്കണം, മുളകെടുത്തപ്പുറം എറിയണം, അതിൻ്റെ ഇടക്ക് വിളമ്പാൻ വരുന്നോണ്ട് ഇങ്ങനെ ആക്കണം, ഓൻ വരുന്നില്ല ഇങ്ങനെ ആക്കണം. എല്ലാം ഈ കൈയുണ്ട്, ഒറ്റ കൈയുണ്ടാണ്. പക്ഷെ ആടെ നടക്കുന്നത് ഏച്ചും വൈവിധ്യമല്ലേ. യാത്രയാണ്. പച്ചടിയുടെ യാത്ര, പപ്പടത്തിൻ്റെ യാത്ര, അച്ചാറിൻ്റെ യാത്ര, ഇങ്ങനെ പോന്നു. ഒരു ചോറ് ഇങ്ങനെ കൂട്ടീന് ചോറ്. മനസ്സിലായ? മട്ടന്നൂരിൽ ഒരാൾ ഇങ്ങനെ വലിയ കുഴി ഒഴിച്ചിന് എൻ്റെ സൈഡിലിരുന്ന ആൾ. ഞാൻ ചിങ്ങൾക്ക് കിണറിൻ്റെ പണിയാ? ആ, എന്നെ അറിയാലോ, ഈ ഭാഗത്ത് ഒരു ഇതെല്ലാം കിണർ ഞാനാ ഒഴിച്ചിന്. ഓ, എന്നെ എങ്ങനെയാ മനസ്സിലായി? അല്ല പറഞ്ഞു അതിൽ വീണ് ചത്തുപോകും വിളമ്പാൻ വരുന്ന ആൾ. അതുകൊണ്ട് അന്നേരം മനസ്സിലായി. അന്നേരം പറഞ്ഞ് രണ്ടാമതും അയാൾ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ അതിരെ കുഴിച്ചത്. അന്നദാനത്തിന് ചോറിൽ കുഴി വയ്ക്കുമ്പോൾ ഒറ്റ ഒന്ന് ഓർമ്മിച്ചാൽ അവനവൻ കുഴിക്കുന്ന കുയ്യ, അതിൽ വീണ് ചത്തോറും. ചെറിയ കുഴി വയ്ക്കുക. അന്നദാനത്തിനൊരു ഏകത പഠിപ്പിച്ചു കൊടുക്കണം. ഏകത ഒന്നിച്ചല്ലേ. ആ ഭോജനമന്ത്രം ഒന്നിച്ചാ ചൊല്ലിയെങ്കിലോ എന്തായിരിക്കും അതിൻ്റെ അന്തരീക്ഷം? ഹാപ്പിനെസ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഒറ്റ ഏകതയുള്ളൂ. ചാവക്കുന്ന ഒച്ച പപ്പടം പൊടിക്കുന്ന എന്നെ നോക്കിയിട്ടല്ല പൊടിക്കുന്നത് എന്തെല്ലാം. അപ്പോൾ ഈ ഏകത കിട്ടണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഈ ഏകത കിട്ടണ്ടെങ്കിൽ വൈരുദ്ധ്യമില്ല ഈ രാഷ്ട്രത്തിൽ. വൈവിധ്യങ്ങളേ ഉള്ളൂ. വൈരുദ്ധ്യത്തിൻ്റെ ഒരു വാദവുമില്ല. വൈവിധ്യങ്ങളാ, വ്യത്യസ്തകളാ. അങ്ങ് കാശ്മീര ദേശത്തുള്ള കുങ്കുമം പൂവാണ് പൊടിച്ച് വെയിലത്ത് വെച്ച് വിറ്റാമിൻ D3 കയറ്റിയിട്ട് അങ്ങ് കൊല്ലൂരമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാൻ വരുന്ന കുങ്കുമം കാശ്മീര ദേശത്തുനിന്ന് കർണാടക ദേശത്തേക്കാണ് പോകുന്നത്. വൈവിധ്യമാണ്. വൈരുദ്ധ്യമില്ല, വൈവിധ്യ. ഈ വൈവിധ്യങ്ങളിലെല്ലാം ഏകതയുള്ളൂ. ഏകത. വേഗം വേഗം പറഞ്ഞു പോകുമ്പോൾ അത് മനസ്സിലാവും. ഏകത ഒന്ന്. എനിക്ക് 2 കൈയുണ്ട്. അന്നം കഴിക്കാൻ ഒറ്റ കൈയേ ഉള്ളൂ. ഏകത. ഇത് ഒരുപാടുണ്ട്. യാത്രയെല്ലാം ഇനി നോക്കിക്കോ. കുഴച്ച് JCB വെച്ച് അപ്പുറം ഇപ്പുറം മാന്തിയിട്ട് ഇതെടുത്ത് ഇനകൊണ്ട് ആക്കിയിട്ട് ഒറ്റ ഒന്നിലേക്ക് ഇറക്കുന്നു. ഏകത. ചെവിയിലാന്നുണ്ടാ? ഇല്ല. ഒറ്റ ഒന്നിലേക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾ എത്ര തരം ഫുഡുണ്ട്? 36 തരം ഫുഡ് വന്നിന് ആ കല്യാണത്തിൻ്റെ റിസപ്ഷന്. എല്ലാം എടുത്തേക്കാ പോയേ? സെക്രട്ടേറിയറ്റിലേക്കാ പോയേ? ഒറ്റ പോക്ക്. ആവശ്യമില്ലാത്ത ഫയലുകൾ കത്തിപ്പോവും. പ്രധാനമായതല്ലോ ഒറ്റ കയറ്റാവും. ആലോചിച്ച് നോക്കിയാൽ ഇതൊരുപാട്. അതിലേക്കെല്ലാം പിടിച്ചു നോക്കിയാൽ ഇനി നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും.
കറക്റ്റ് പിടിച്ചോ. ഏകത എന്നിൽ നിന്ന് തുടങ്ങാം. വിരല് 10, വിരല് 10, പക്ഷെ കൈ 1. ഇതാണ് ഈ നമ്മുടെ ദേവി അമ്മ. ഇതാണ് ക്ഷേത്രം, ഇതാണ് എൻ്റെ കുടുംബം, ഇതാണ് എൻ്റെ സമൂഹം, ഇതാണ് എൻ്റെ രാഷ്ട്രം, എൻ്റെ നാടിക. വൈവിധ്യം ഇതാണ്. പക്ഷെ ഒന്നിതേ ഉള്ളൂ, കൈ. ഈ കൈയേ ഉള്ളൂ. പക്ഷെ കയ്യിൽ എത്ര തരത്തിലാണ് ഉള്ളത്? വൈവിധ്യം. 5 തരത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവും. നാട്ടിലും 5 തരത്തിൽ ആളുണ്ടാവുക, വിവിധങ്ങളാണ്. പക്ഷെ ഒന്നേ ഉള്ളൂ, കൈ. കൈ ശ്രദ്ധിക്കണം. ഇതൊന്ന്. ചെരുപ്പ് 2 ഉണ്ട്. ചെരുപ്പ് 2 ഉണ്ട്. പക്ഷെ അതിൽ ഒരു ചെരുപ്പ് പൊട്ടിയാലോ? പോടാന്ന്. മറ്റേ ചെരുപ്പിന് പിന്നെ അസ്തിത്വം ഉണ്ടോ? പോയി, അത് പോയി. അത് നല്ല ചെരുപ്പായിരിക്കും, പക്ഷെ ഇത് പൊട്ടിയ അത് പോയി. ചെരുപ്പ് 2 ഉണ്ട്, പക്ഷേ അതിൻ്റെ ഫലം 1. ഏകത, അതായത് പ്രത്യേകത. അപ്പം നമ്മൾ 1, ഈ അമ്മ 1. ശ്രദ്ധിക്ക്, ഇത് രണ്ടും കൂടിയതാണ് ഏകത. നമ്മൾ പൊട്ടിയാൽ ഇത് ഇല്ലാണ്ടായിപ്പോന്നില്ലെങ്കിലും ഇങ്ങനെ നിന്ന് പോകും. അത് പൊട്ടിയ നമ്മളേ ഉണ്ടാവില്ല. സർവം സഹ, ഇങ്ങനെ സഹിച്ച് നിൽക്കുക. മനസ്സിലായ? ഇടക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്, പൊട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനോട് ഒക്കാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളെപ്പോൾ എന്ത് ചെയ്തോളണം? ഇതിനോട് കൂടി നിന്നോളണം. ഏകത പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഹിന്ദു പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അടുത്ത ദിവസം ശ്രദ്ധിക്കണം എന്നല്ലേ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പുറത്തയച്ചു വെക്കുന്ന ചെരുപ്പില്ലേ, ദയവ് ചെയ്തിട്ട് കമ്മിറ്റിക്കോ വർമാജിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാം. ആ ചെരുപ്പ് വൃത്തിയിൽ അടുത്തടുത്ത് വെക്കണം. എടുത്തു വെക്കൊന്നും വേണ്ട, നമ്മൾ അയച്ചു വെക്കുന്നത് അടുത്ത് വെക്കണം. നിരന്ന് നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സുഖാത്. ഇതിനിടയ്ക്ക് ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് വേണം, ഞാൻ വെച്ച് ഇതുപോലെ കളക്ടറേറ്റ് ലാത്തി ചാർജ് കഴിഞ്ഞതാട്ടാ. വേലിച്ച് എറിഞ്ഞിട്ട് ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിൽ എല്ലാം കൂടി എന്തെങ്കിലും. അപ്പോൾ ഇവിടെ ഹിന്ദു ഇത് ആചരിക്കുന്ന, വീട്ടിലും അതെ, ചെരുപ്പ് അടുക്കി വെക്കാൻ മക്കളാ. ഏകത. അപ്പോൾ നമ്മൾക്ക് മെല്ലെ അങ്ങ് തുടങ്ങിയിട്ട് ഏകത എങ്ങനെ തുടങ്ങുക? 5 തരത്തിലെ ഒരു സമൂഹത്തിൽ മനുഷ്യരുണ്ട്. 5 തരത്തിലുണ്ടാവും. ഈ വിരലിൻ്റെ പേര് തള്ളയാണ് വിരൽ. ഈ വിരൽ ചൂണ്ടുവിരൽ, ഈ വിരൽ നടുവിരൽ, ഈ വിരൽ മോതിര വിരൽ. അതിന് ഈ വിരലിന് മോതിര വിരൽ എന്ന് പറയാം. അതിനാണ് മോതിരോടുന്ന, അതുകൊണ്ടാണല്ലോ മോതിര വിരൽ എന്ന് പറയാം. അതെന്തിനാ ഈ വിരലിന് മോതിരോടുന്ന്? എവിടേക്ക്? ഹാർട്ടിലേക്ക്. ഈനൊരു കണക്ഷൻ ഉണ്ട്. അത് മാത്രം മതിയോ? ശ്രദ്ധിക്കാം. ഈ വിരൽ ചെറുവിരൽ. 5 തരത്തിലുണ്ടാവും. തള്ള എന്ന് പറയുന്ന ആളുകളുണ്ടാവും, സമൂഹത്തിലുണ്ട്, വീട്ടിലുണ്ട്. ഉണ്ട്. വീട്ടിലെ മഴൂന് പോലും എന്തുണ്ട്? തള്ള. അടിക്കാൻ മൂത്തള്ളല്ലേ? തള്ളയുണ്ട്. ഇപ്പൊ തള്ളയൊന്നുമില്ല, തള്ളയെല്ലാം വൃദ്ധസദനത്തിലുള്ളത്. അതുകൊണ്ട് വീട്ടിൽ തള്ള മൗത്തള്ള ഒഴികെ ഒരു തള്ളയും വീട്ടിലില്ല, വൃദ്ധസദനം ഉണ്ട്. അതുകൊണ്ട് ആടെ കൊണ്ടാക്കിയിട്ട് 1 ലക്ഷം ഉറുപ്പിയാണ് ഡെപ്പോസിറ്റ്. ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, നിങ്ങളെപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ മോന് 21 വയസ്സായി, ഒരു 10 കൊല്ലം കൂടി കൈയിട്ടു, ഞാൻ വരും എന്തായാലും. അവരാഗ്രഹിക്കുന്നത് എന്താ അറിയോ? വീട്ടിനുള്ളിൽ നിൽക്കാൻ. നിൽക്കാൻ നമ്മൾ വിടുക ഇല്ല. എന്താ കാരണം? ടൈമില്ലപ്പ. എന്നാൽ അതിനാ വില കൂടുതൽ. അതെ, അതിനാ വില കൂടുതൽ. നല്ല പഴുത്ത മുന്തിരിക്ക് കിലോന് 100 രൂപയേ ഉള്ളൂ. എന്നാൽ ഉണക്ക മുന്തിരിക്കോ 450 രൂപ. മനുഷ്യന് നേരെ തിരിച്ചിട്ടാ. 30 വയസ്സിലല്ല 1 ലക്ഷം രൂപ വില. 80 പിന്നെ ഇല്ല, കിലോന് 2 രൂപ. മുന്തിരി പോലെ ആക്കണം, നമുക്ക് മുന്തിരി പോലെ ആക്കണം.
ഉണങ്ങും തോറും അതിന് ഔഷധ ഗുണം കൂടുണ്ട്. അപ്പോഴേ ഏകത വരും. ഈ ഏകത വരണ്ടിക്കല്, സമൂഹത്തിന് ഏകത വരണ്ടിക്കല് ഈ മുതിർന്നവരെ ശാപം ഉണ്ടാവുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്ന അതാ. അവര് ഡിപ്രസ്ഡ് ആവുമ്പോ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവരറിഞ്ഞിട്ട് പറയുന്നില്ല. ശ്രദ്ധിക്കണം. പിടിച്ചോ? തള്ള ഇത് ചൂണ്ടുവരല, ഇത് ഇതിൻ്റെ പുള്ള. തള്ളേൻ്റെ പുള്ളിയായത്. ശ്രദ്ധിക്കണേ. ഈ തള്ളയും പുള്ളയും കൂടി ഒത്താല് ചിന്മുദ്രയുടെ പ്രത്യേകത ഏകതയുടെ പരമോന്നതിയാ ചിന്മുദ്ര. ഏകത എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും അങ്ങേറ്റം. അതുകൊണ്ട് ഈ തള്ളയും പുള്ളി വെക്കുക. ഭസ്മക്കൊട്ടയിലേക്ക് വലിഞ്ഞിറങ്ങിയിട്ട് ഭസ്മം എടുത്തിട്ട് ഇങ്ങനെ എടുക്കല്. തള്ളയും പുള്ളിയും കൂടിയാന്ന് ഭസ്മം എടുക്കുക. എന്നിട്ട് ഈടുന്ന് ഇങ്ങോട്ട് വലിക്കും. ആര് വലിക്കുന്നുണ്ട്? അമ്മൂമ്മയും അപ്പൂപ്പനും പണ്ട് കാലും മുഖവും കഴുകിയിട്ട് അവർ ഭസ്മക്കൊട്ടയിലേക്ക് എന്തിയിട്ട് നാരായണ എന്ന് പറഞ്ഞിങ്ങ് വലിക്കും. ഈടുന്നല്ല വലിക്കുന്നത്. ഈടുന്ന് ഈ കണ്ണിൻ്റെ കറക്റ്റ് ലൈന് ശ്രദ്ധിച്ചേ. ഏകത ഇങ്ങനെ ഈടത്തേക്ക് വലിച്ച് ഈടിയെത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ മൈഗ്രെയിൻ ഉണ്ടാവില്ല. കാരണം ഭസ്മം എന്ന് പറയുന്ന സാധനം ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന 32 തരം ഔഷധങ്ങൾ ചേർത്താൽ ഉത്തമമായി അത് ശിവരാത്രിക്ക് കത്തിച്ച് വെയിലത്തുണക്കി വെച്ചിട്ട് അതിങ്ങനെ ഉണ്ടയാക്കി ഭസ്മക്കൊട്ടയിൽ വെച്ചത് ഈടുന്ന് വലിക്കുമ്പം നനച്ച് വലിച്ചാൽ തീരെ മൈഗ്രെയിനോ തലവേദനയോ ഇല്ല. ഈ സാധനം 2 വിരലുകൊണ്ട് എടുക്കുന്നു. ശ്രദ്ധിക്കണേ. പിള്ളേർ നുള്ളുന്നതോ ഇതിനുണ്ടാകും. നുള്ളിയാവോൻ്റെ ഗുണോഷ്ടം 18-16 വരെ കിട്ടും. പണ്ട് മാഷകൾ നുള്ളിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതിനുണ്ടല്ലേ ഉള്ളത്. ചെവി പിടിച്ച് ഇതിനുണ്ടല്ലേ. തള്ളയും പുള്ളി ഒത്താ പിന്നെ ടെൻഷൻ ഇല്ല എന്നർത്ഥം. ഏകതയും. ഇതാണ് ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ മുദ്ര, ചിന്മുദ്ര. ഈ ചിന്മുദ്ര പഠിക്കാൻ വേണ്ടിയിട്ട് ആ സ്വാമി വിവേകാനന്ദർ വന്നിട്ട് ചട്ടമ്പി സ്വാമികളെ കണ്ടിട്ട് ചിന്മുദ്രയുടെ മുഴുവൻ രഹസ്യങ്ങളും മനസ്സിലാക്കി. അവിടെയാണ് നിന്റെ പ്രത്യേകത. അയ്യപ്പൻ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാണ്ട് അയ്യപ്പൻ മൂക്കുപൊടി വലിക്കാതിരുന്ന എന്നൊന്നും പറഞ്ഞ് പരിഹസിക്കരുത്. അതും ഏകത മനസ്സിലാക്കാൻ ഏകത ഇങ്ങനെ ഇരുന്ന് നോക്കി. അപ്പം അതിൻ്റെ അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ ഇത് തള്ള, ഇത് പുള്ള, റൈറ്റ്? ചൂണ്ടുവിരൽ. ഇതിനെ ചൂണ്ടിയിട്ടാണ് സംസാരിക്കാം. ഇത് നടുവിരൽ, ഇത് മോതിരവിരൽ, ഇത് ചെറുവിരൽ. ഇത് വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളാണ് ഏകതയിലേക്ക് എത്തേണ്ടത്. ഏകത പാഠമാണ്. നമ്മുടെ ഐഡിയോളജി, ആശയാണ്. നമ്മൾ ഈ അമ്മയാണ്, നമ്മുടെ രാഷ്ട്രമാണ്. അപ്പം അതിൻ്റെ മേലെ അതാണ് ഈ 5 വിരൽ തമ്മിൽ പണ്ട് അടിയായി. ഈ 5 വിരൽ തമ്മിൽ സംഘടനയായി. ഈ വിരൽ പറഞ്ഞ് ഞാനാ തള്ള, ഞാനാണ് വലിയ രക്ഷാധികാരി, അങ്ങനെയല്ലോ. ഈ വിരൽ പറഞ്ഞ് എന്നെ ചൂണ്ടിയിട്ടാന്ന് സംസാരിക്കുമോ. ഈ വിരൽ പറഞ്ഞ് എനക്കാ ഹൈറ്റുള്ള വിരലായി. ഈ വിരൽ പറഞ്ഞ് എനക്കാന്ന് വിവാഹത്തിന് മോതിരൂടൽ. ഇതൊന്നും മിണ്ടുന്നില്ല. ഇതിനെ കൊടുത്ത കാര്യം ഇതിനെക്കൊണ്ട് ഞായറാഴ്ച വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല. വേറൊരു ഗുണമില്ല. ബട്ട് ഏകത. ബട്ട് ഈ ചെറുവിരൽ പറഞ്ഞൊരു ഉത്തരം എന്താണെന്നറിയോ? നിങ്ങൾ ആരെയെങ്കിലും സ്വീകരിക്കുകയോ ഏതെങ്കിലും ദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും മുമ്പിൽ. എന്താ ഏകതയുടെ ഏറ്റവും വലിയ താളം? ചെറുതാവാൻ പഠിക്കുക. ബി സിമ്പിൾ. വളരെ സിമ്പിളായി നിന്നാൽ എല്ലാം റിസൾട്ട് കിട്ടും. ആഞ്ജനേയൻ എന്ന് പറയുന്ന അതികായൻ വാനരപ്പടയുടെ ഏറ്റവും പിന്നിലാന്നിരുന്നതിന് സീതാന്വേഷണത്തിന് പോകാൻ വേണ്ടി ചോദിക്കുക, ആര് ചാടും? 500 യോജന അങ്ങോട്ട് ചാടാ, ഇങ്ങോട്ട് ചാടാൻ കഴിയില്ല, അപ്പുറം ചാടാ, ഇപ്പുറം ചാടാതെ ഒന്നിനുമില്ല. ബട്ട് ചെന്ന് കുത്തിയിളക്കി. ഹനുമാൻ, നീ ആരാ? സൂര്യദേവനെ അമ്പഴമെന്ന് കണ്ടിട്ട് ചാടിയപ്പോ ഹനുവിന് തട്ടുകിട്ടി, നീ വീണു. അമ്മ ആരുമായിരുന്നില്ല, അത്ര വരെ സിമ്പിളായിരുന്ന. അങ്ങ് ഞെട്ടിച്ച് വിട്ടപ്പോഴേക്കാ എണീറ്റ് നിന്ന് ഗർജനം മുഴക്കിയപ്പോൾ ലോകം മുഴുവൻ കിട്ടുകിട്ടാ വിറച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയ ആഞ്ജനേയൻ ഇങ്ങനെ ഇരുന്ന ആളാ. സിമ്പിൾ. അയാൾക്കേ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. തിരിച്ചു വന്ന സമയത്ത് ഓരോരാൾക്കും അനുഗ്രഹം കൊടുക്കുക രാമൻ. ഓരോരാൾക്കും
അപ്പോൾ എന്താ പറഞ്ഞ്, ഒന്നും വേണമെന്നില്ല, എന്നും അങ്ങേ ഓർക്കാൻ പറ്റും. സിമ്പിൾ. ഈ സാധനമാണ് ഈ ചെറുവിരൽ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഏകത. എപ്പോഴാണ് നമുക്ക് ഏകത വരിക? സിമ്പിൾ ആവും തോറും ഏകത കിട്ടും, സുഖമായിട്ട് കിട്ടും. ഈ സിമ്പിൾ ആവുക പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യാണ്ടിരിക്കലല്ലേ. നാളെ മുതൽ വളരെ സിമ്പിളായിട്ട് ഡ്രസ്സെല്ലാം കീറിയത് ഇടാം. അല്ലല്ല, ഡ്രസ്സ് ഇടുന്നുണ്ട്, ബെസ്റ്റ് ഡ്രസ്സ് ഇടും. ഷേവ് ചെയ്യണം, നല്ല ബ്ലേഡ് കൊണ്ട്. ഫുഡ് കഴിക്കണോ, നല്ല ഫുഡ് കഴിക്കുക. സിമ്പിളാവൽ എങ്ങനെയാണെന്നറിയാം? ഇതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിമ്പിളാവുക. അല്ലാണ്ട് ഞാനിന്ന് അത് കഴിച്ചിന്, ചിക്കൻ കബാബ് 3 എണ്ണം കഴിച്ചിന്, ആരെ അറിയിക്കണ്ട്, ഒരു ഏമ്പൊക്കെ ഇട്ടിട്ട്. ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ബ്രിട്ടനിൽ പോയിന? ഞാൻ പറഞ്ഞു 5 വട്ടം പോയിന്. നിങ്ങൾ പോയിന്? ഞാൻ പറഞ്ഞു പോയിന്. എന്നാ എപ്പാ പോയിന്? ഞാൻ പറഞ്ഞു 2001 പോയി, 96 പോയി. കളവ് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ പോയിന് കഴിഞ്ഞ മാസം. അയാൾ അത് അറിയിക്കാനാണ് ഈ കുത്തി കുത്തി പ്രവർത്തിക്കുന്നത്. അതെന്താ വേണ്ടത്? ബ്രിട്ടനിൽ പോയിട്ട് എന്താ വേണ്ടത്? ഇത് അറിയിക്കാണ്ടിരിക്കാൻ കഴിയില്ല നമുക്ക്. അങ്ങനെ ഒരു ചൊറിയുണ്ട്. നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ടാകുമ്പോൾ ഇങ്ങനെയല്ല. ആരാ നോക്കണ്ട്? അന്നേരം ഇതായിരുന്നു കല്യാൺ സെൽസ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം സമാധാനം, നീ അറിഞ്ഞുവല്ലോ ഇത്. ഈ സാധനം മാറിക്കിട്ടുണ്ടെങ്കിൽ വമ്പപ്പാട്ടാണ്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. കറക്റ്റ് ശ്രദ്ധിച്ചേ. നമ്മൾ എൻ്റെ സാറ്റിസ്ഫാക്ഷനേക്ക് ചെയ്യുന്നതോടൊപ്പം മറ്റവൻ അതിനെ എപ്രിഷ്യേറ്റ് ചെയ്യണം എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുമ്പോഴായി ഏകത കുറയാം. അപ്പം ഇത് ധരിപ്പിക്കാണ്ടിരിക്കാൻ കഴിയില്ല. ശ്രദ്ധിച്ചാൽ കാണാം. ചാനൽ ചർച്ചയിൽ അധികവും പറയുന്ന കേൾക്കാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരിക്കലും ശരിയാവില്ല. എന്നാൽ ഓർമ്മ ശരിയാവില്ല. ഓർമ്മ ശരിയായാൽ ശരിക്കും പറയൂ. മനസ്സിലായില്ലേ? എന്ത് സംഭവിച്ചു 48-ൽ? അമ്മ എന്നാ സംഭവിച്ചിന്? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ ഏകത എപ്പോൾ വരുമെന്നറിയോ? രമണ മഹർഷി ഏകതയുടെ പര്യായായി. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഏകതയുടെ പര്യായര്. വിവേകാനന്ദ സ്വാമികൾ ഏകതയുടെ പര്യായര്. ഈ ഏകത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പിടിച്ചോ. അപ്പം മനസ്സിലാവും. ഡിഫറൻസ് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്നറിയോ? വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കരുത് നമ്മളെപ്പോലെ ആവണം മറ്റവൻ എന്ന് ചിന്തിച്ച് അപകടം. അവനിടയിൽ ഞാൻ ജീവിക്കുകയാണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? എന്തെന്നാ അവർ കളിക്കുന്ന. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അമ്പലത്തിൽ പോയ ഒരാൾ ചോദിച്ചു, അയാളെന്ന് ഇങ്ങനെ തോന്നുന്നു. ഞാനെന്താ വേണ്ടി, ഞാൻ പ്രഭാഷണത്തിന് വന്ന. നിങ്ങൾ പറയണം അയാളോട് കാല് പണിച്ചിട്ട് തോറും. ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വന്നു. എന്നാൽ ഇയാൾ പറയുന്ന കാല് പണിച്ചിട്ട് തോന്നാൻ പാടില്ല. കാല് പണിച്ച് തോന്നും. ഇനി അങ്ങോട്ടേക്ക് അയാൾ ശയന പ്രദർശനം നടത്തി, അയാൾ തൊഴുതു, നെഞ്ചിന് പിടിച്ചോട്ടെ. അയാൾക്ക് കിട്ടുന്ന ഒരു ഏകതയില്ലേ? അങ്ങനെ വരുമ്പോൾ ഒറ്റ ഏകതയുള്ളൂ. ഇവിടുന്ന് ചെരുപ്പഴിച്ച് കയറുമ്പം ഞാനും എൻ്റെ അമ്മയേ ഉള്ളൂ അവിടെ. ഇതിനാ പറഞ്ഞത്. മറ്റൊരാളെ ഞാൻ കാണില്ല. എപ്പെന്നറിയോ? എനിക്ക് ഏകത കിട്ടിയാൽ പിന്നെ ആരാ വന്നതെന്നറിയില്ല. പിന്നെ അമ്പലത്തിൽ ഒരു സ്ഥലത്തും നിശബ്ദത പാലിക്കുക എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സൈലൻസ് ആയിരിക്കും. എന്താ കാരണം? ഞാൻ എന്നെ മാത്രമാണ് ശ്രദ്ധിച്ചത്. ഞാൻ എൻ്റെ അമ്മയെ മാത്രം ശ്രദ്ധിച്ചത്. ശ്രദ്ധിക്കണം. വേറെ ഒന്നും അവിടെ കാണുന്നില്ല. ഞാൻ ശ്രദ്ധിക്കണേ. ഉറങ്ങിപ്പോയാ? അല്ല, അങ്ങനെയുണ്ട്. ഏകത പറഞ്ഞു. ഞാൻ തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രത്തിൽ പോയിട്ട് ഇത്രയും ആളുണ്ട്. അധ്യക്ഷൻ ഇരുന്നിനാടെ പറഞ്ഞ് ഒരാളെ മുമ്പെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴേക്ക് അടിച്ചുറങ്ങുന്നു. ആര്? അധ്യക്ഷൻ. അപ്പോൾ അയാളിങ്ങനെ ഉറങ്ങിപ്പോയി. അയാളെ നമ്മൾ ഞെട്ടിപ്പിക്കരുത്. കാരണം എന്താ? അയാളെ ഏകത അതാണ്. നല്ല സുഖമായിട്ട്. അപ്പം ഞാൻ നിർത്തിയപ്പോൾ പെട്ടെന്ന് ഒച്ച പോയില്ലേ? അയാൾ കരണ്ട് പോയാ? ഞാൻ പറഞ്ഞില്ല, കരണ്ട് പോയി. അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഏകത നിങ്ങൾക്ക് ഏല കിട്ടുമോ? പറയാൻ കഴിയില്ല.
ഞാൻ പറയുന്ന ട്രാക്ക് കറക്റ്റ് മനസ്സിലാക്കണേ. ഈ ഏകത യാത്രയിലെല്ലാം ഏകത കിട്ടണം. ഏകത. നമ്മളിപ്പോൾ കാസർഗോഡേക്ക് ടി കയറി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാത്രയിൽ ആനവണ്ടിയിലാണ് കയറിയുണ്ട്. അങ്ങനെ കയറി നമ്മൾ എവിടെയല്ലോ എത്തിയിട്ട് ഇവിടെ കൊണ്ട് പകുതിക്ക് ഇറക്കിയിട്ടാണ് ഞാൻ പോയി. ഇനി ഏകത എങ്ങനെയാ? കാസർഗോഡേക്ക് പോകുന്നത്. ലക്ഷ്യം എന്താ? കാസർഗോഡ്. അപ്പം ഞാൻ അവിടെ ഇരുന്നു. ആ ലക്ഷ്യം അങ്ങനെ എൻജോയ് ചെയ്യണം. നാടും സ്ഥലവും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്യണം. അടുത്തിരിക്കുന്നവന് കുത്തിത്തിരിപ്പാക്കരുത്. അന്നേരം ഏകത പോവാ. എവിടെയാ പോകുന്നത്? കാഞ്ഞങ്ങാട്. എന്തിനാ പോകുന്നത്? നിനക്കെന്നാ വേട്ടെ ഞാൻ പോയാൽ? ടിക്കറ്റും പോയി, എല്ലാം പോയി. ഓനോട് സുഖമായിട്ട് പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ പരിചയപ്പെടുക. ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് മനസ്സിലായി ഏകത എങ്ങനെയാണെന്ന് അറിയാം. ഏകത ഉണ്ടാക്കൽ എങ്ങനെ? ഇന്ന് നമുക്ക് ഏകത ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട് ട്രെയിൻ. നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ പലതവണ ആളെ യാത്രയാക്കാൻ പോകുമ്പോൾ നോക്കലുണ്ട്. 6 മണി 5:50 ആകുമ്പോൾ ട്രെയിൻ ഫുള്ളാവും. ഒരാൾ അടുത്ത ആളോട് വർത്താനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം മൊബൈലാണ്. വലിക്കുന്നുണ്ട്. വലിച്ച് എത്ര മണിക്ക്? 6 മണിക്ക്. എല്ലാവരും സീരിയസ് ആണ്. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഏകത ഏതിൽ? ഫോണിൽ. ഗുണമാണോ എന്ന് സ്വന്തം ചിന്തിച്ചാൽ മതി. ഗുണമാണോ എന്ന് സ്വയം ചിന്തിച്ചോ. പക്ഷേ ഗുണമാവാതിരിക്കുന്നത് എങ്ങനെയാ? കണ്ണ് പോയി പോവും, മൈൻഡ് പോയി പോവും, വിരൽ പോയി പോവും. ഈ വിരലുകൊണ്ടല്ലേ 6 മണിക്ക് തുടങ്ങുന്ന വലിക്കാൻ. അടുത്ത് മലയാളീൻ്റെ വിരൽ പാദത്തിൽ പോവും. ഒരു സംശയവും വേണ്ട. ഇതിങ്ങനെ വലിച്ച്. അപ്പോൾ ഈനെന്ത് ചെയ്യണമെന്നറിയോ? ഈ രോഗം വരാതിരിക്കാൻ ചെന്മുദ്ര അടക്കം ശീലിക്കണം യോഗയിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി പോയി പോകും. മനസ്സിലായി? ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. ആള് കാണാൻ ഇന്നിപ്പം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കരുത്. പ്രഭാഷണം പോകുന്നവരെ ചൊറയൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ പോയി വന്നിട്ട് പറ്റിയെന്ന് തോന്നണ്ട. അങ്ങനെ ഉണ്ടാവും. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയാണ് പോയത്? പയ്യന്നൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പം നിങ്ങളാണോ പയ്യന്നൂർ അമ്പലത്തിൽ പ്രഭാഷണം നടത്തി? ഞാൻ പറഞ്ഞു, അതെ ഞാൻ എന്നാണ്. അത് എൻ്റെ ഭാര്യ വന്നിട്ട് സോഫയിൽ നിന്ന് ഒരേ ചിരി. എന്നാ പറ്റി അറിയില്ല. ആരെയാ കാണിക്കണ്ടേ? ഞാൻ നാളെ നിങ്ങളെ രണ്ടാളും ഒന്നിച്ചു കൊണ്ടുപോയി കാണിക്കുക. നിങ്ങളെന്താ കൂടെ വരായിന്? അന്നേരം പറഞ്ഞ് ഓൾ എന്നെ നോക്കിയിട്ട് എന്നെ ചിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം അയാളിയാന്ന് തോന്നുക. പ്രഭാഷണത്തിൽ പറഞ്ഞതെല്ലാം അയാളിയാന്ന് തോന്നുമ്പോൾ ചിരിക്കും. അയാൾക്ക് ദേഷ്യം വരുന്നു. കാരണം ഇത് അയാൾ വരാത്ത കൊണ്ട് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്താ ചിരിക്കുന്നതെന്നല്ല. അപ്പം നമുക്കൊരു കാര്യം പറയുമ്പോൾ ഒരാളെ കാണുമ്പോൾ തോന്നും അതാണോ തോന്നും. അന്നേരമെല്ലാം കൺട്രോൾഡ് ആവണേ. ഇനി ഞാൻ നേരെ പിടിച്ചേ ഈ 5 വിരൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഏകത ഈ വിരൽ കൊണ്ടുള്ള ഏകതയാണ്. ഈ വിരൽ നടുവിരൽ, ഇത് നടുവിരൽ മോതിരം. ഈ മോതിര വിരലിനാണ് വിവാഹ മോതിരം ധരിക്കുക. മനസ്സിലായി? ഇടത്തും വലത്തും ഒന്ന് ധരിക്കുക. അതെന്തിനാണ് ധരിക്കുന്നത് ചോദിച്ചാൽ, കർണാടകയിലുള്ള ഭാര്യയും ഇങ്ങ് കണ്ണൂർ പുതിയയിലുള്ള ഭർത്താവും ഒരു യാത്രയിലൂടെ ഒന്നിക്കുമെന്ന് അല്ലേ? അവരൊന്നിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, അവരൊരു താലി കെട്ടുന്നു. ആ താലി എവിടെ കെട്ടണം? കുടലുമില്ല, ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഹൃദയത്തെ തൊടണം. ഹൃദയത്തെ തൊട്ടൊരു താലി തൊട്ടാൽ പിന്നെ ഉള്ളത് മോതിരമിടല. ഈ മോതിരം ഇത് ഫിമെയിൽ, ഇത് മെയിൽ. ശ്രദ്ധിക്കണേ. വലത്ത് കൈ ഇടത്ത് കൈ, ഈ 2 വിരലിനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം ഇട്ട് കൊടുക്കും. ഇത് വാമഭാഗമാണ്. ഇതിനിട്ട് കൊടുക്കും, ഇതിനിട്ട് കൊടുക്കും ഇല്ലേ? അപ്പം ഇതെന്താ ഇത് രണ്ടും തമ്മിലെ ഗുണം എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് നോക്കിയാലും മതി. ഈ 10 വിരൽ ഒരുമിപ്പിക്കുമ്പോഴാണ് ഏകത വരിക. ഒരു കൈ കൊണ്ട് മാത്രം തൂവാനില്ല. നമ്മളെന്നാലും തൂവും ഇവിടെ വന്നിട്ട്. ഇങ്ങനെ 4 അടി അടിച്ചിട്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള പവർ ലെസ് പവർ. ഇടത്തെ കൈയുടെ ശക്തി കുറവാണ്. ശക്തി ഉണ്ടല്ലോ, വലത്തെ കൈയുടെ ശക്തി നല്ലോണം ഉണ്ട്. അപ്പം ഈ കുറവും കൂടുതലും ഉള്ളത് ഒരുമിക്കുമ്പോഴാണ് ഏകത. എന്നിട്ട് അത് എവിടെ വെക്കണ്ടേ? ഇവിടെ വെക്കുന്നു. അപ്പം എനർജി കയറുന്നു. അപ്പം നമുക്ക് നോക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പം ഈ വീട്ടിൽ പോയിട്ടൊന്ന് നോക്കിയാൽ ഇതിൽ ഏറ്റവും ഹൈറ്റുള്ളത് ഈ വരില്ല. അപ്പോൾ വീട്ടിലായാലും കാർണോർ കുറച്ച് താണു നിന്നാൽ പ്രശ്നം സോൾവ് ആവും. അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് താണാൽ
പ്രശ്നം സോൾവ് ആവും. അമ്മ അതാകുന്ന പ്രശ്നം നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. അതുകൊണ്ട് അച്ഛൻ ലേസ് എന്താണോ സോറി, ഒരു സോറി പറഞ്ഞാൽ മതി, ഒരു മാപ്പ്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് അയാൾ ഒച്ചത്ത് പറഞ്ഞു, എടോ നീ എന്നെയൊന്നും പറയില്ല, മാപ്പ്. ആ മാപ്പാ കോപ്പ് ആദ്യം തുടങ്ങി. മാപ്പിൽ നിർത്തണം, ഏകത അവിടെ തീർന്നു. ഈ 2 പേരിൽ നിങ്ങൾ നോക്കിക്കേ, ഹൈറ്റുള്ളത് താണു നിന്നാൽ സോൾവ് ആവും. നിങ്ങൾ ഏടിയതെ മറ്റവൻ കൂക്കുമ്പം നിങ്ങളും കൂക്കാൻ നിന്ന അടിയുറപ്പാണ്. മറ്റവൻ കൂക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം സൂത്രത്തിൽ, സോറി ഓൻ്റെ കൂക്കൽ കുറഞ്ഞിട്ടാവും കൂക്കിക്കൊള്ളണം, പിന്നെ ഓൻ അടുക്കില്ല. ഇതും ഒരു ടെക്നിക്കാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും യോജിപ്പിച്ച് ഈ 2 പേരിലും താക്കുക. ഇതൊരു മുദ്രയാണ്, ശ്രദ്ധിച്ചോ. ഈ സാധനം ഉണ്ടല്ലോ, എന്നിട്ട് ബാക്കി എല്ലാ പേരിലും ഒപ്പിക്കുക. മടക്കിയ പോലെ തന്നെ ഒപ്പിക്കണം, ബാക്കി ഇങ്ങനെ മടക്കുക. ഇതൊരു മുദ്രയാണ്, താന്ത്രിക മുദ്ര. ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഇത് തള്ളയാണേ, ഈ 2ഉം തള്ളയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം തള്ള അകലും. തള്ള വേണ്ടി വരില്ല പിന്നെ. അയ്യോ എന്തെന്നപ്പം ഇവര് ഭർത്താവ് ഓളമ്മയാ വന്നിട്ടുണ്ടെങ്കിൽ തീരെ പറ്റൂല. കോയമ്പെല്ലാം ചുമരിന് തേക്കുന്നപ്പോൾ പെണ്ണുങ്ങൾ ചൊറയാന്ന് പെയിൻ്റ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ തള്ള വേണ്ട പിന്നെ. ഞാനും എൻ്റെ ആളും, മനസ്സിലായ. കുറച്ച് കഴിയുമ്പോൾ സഹോദരന്മാർ അകലും, അവരും വേണ്ട. അയാളെ പെങ്ങളാ വന്നിട്ട് കുത്തിത്തിരിപ്പ് തേച്ച് ഉണ്ടാക്കുന്ന അവരും. പിന്നെ കുറേ കഴിയുമ്പോൾ മക്കളാവും, ആ മക്കളും അകലും. 2 മക്കളാണ്, ഒന്ന് ജർമ്മനിയിലും ഒന്ന് ജപ്പാനിലും. ജപ്പാനിലെ മോള് അതിനെ ആരോ തലക്കടിച്ച് കൊന്നു മറ്റേത് പോയി മക്കളങ്ങ് പോയി. പിന്നെ ആരാ ഇടിയുള്ള വീട്ടിൽ? ഭാര്യയും ഭർത്താവും. നോക്കിയാൽ ഈ 2 പേരിൽ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കി, ഇത് ഇതകറ്റ മറ്റേ പേരിൽ അറ്റം കയ്യിലേക്ക് ഭയങ്കര വേദന എടുക്കും. നോക്കിക്കോ, കയ്യിൽ വേദന എടുക്കും. നിങ്ങൾ അത് പറഞ്ഞിട്ടാന്ന് പയ്യന്നൂരിന്നൊരു പെണ്ണുങ്ങൾ ഇത് അകറ്റിയിട്ട് കാര്യമൊന്നും ഞങ്ങളതാ വരിക. വലിച്ചിടുമ്പോൾ സ്വല്ല വലിച്ചിടണം, അകറ്റിയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അകറ്റിട്ട് കാര്യമാക്കണ്ട. നിങ്ങൾ വീട്ടിൽ പോയി പെയിൻ, യു വിൽ ഫീൽ പെയിൻ. When husband and wife they depart, ഭയങ്കര വേദനയായിരിക്കും നിങ്ങൾക്ക് ഒരിക്കൽ. അതുകൊണ്ടാണ് ആ 2 പേരിലും മോതിരോടുന്നത്, നിങ്ങൾ അകലരുത് എന്ന് കാണിക്കും. രാമസീതാസങ്കല്പതായിരുന്നു. രാവണൻ കോട്ടയിൽ അശോകവനത്തിൽ കണ്ണീരണിഞ്ഞ് തല താഴ്ത്തിയിരിക്കുന്ന സീത സ്വപ്നം കണ്ടു. രാമൻ ഒരു നാൾ വാനരപ്പടയുമായി വന്ന് സമുദ്രലംഘനം ചെയ്ത്, രാവണ നിന്നെയും തകർത്തെന്നെയും കൊണ്ടുപോകുന്ന ഒരു സ്കോപ്പുമില്ല, ഒരു സാധ്യതയില്ല. പക്ഷേ അതാണ് ഈ അകലാതിരിക്കുന്നതിൻ്റെ പ്രത്യേകത. കറക്റ്റ് മനസ്സിലായിക്കേ, അകലരുത്. ഏകത, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏകത. കുറ്റമുണ്ടാവും, കുറവുണ്ടാവും, ബട്ട് സോൾവ് ഇറ്റ്. ഈ സൊല്യൂഷൻ കിട്ടേണ്ടിക്ക് ഒറ്റ പണിയേ ഉള്ളൂ. എന്താ സൊല്യൂഷൻ കിട്ടേണ്ടിക്ക് പോണം? ഇവിടുന്നേ കിട്ടും. എന്തെങ്കിലും പ്രയാസമുണ്ട് അമ്മേ, എന്തൊരു അത്ഭുത ചാമുണ്ടയാ, ആ അമ്മ നമ്മളെ കാക്കും. അവിടെ അതിൻ്റെ പ്രത്യേകത. അത് പലതും ഉണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതാണ് ഒരു പഴയ സാധനം എടുക്കാൻ വേണ്ടി വന്ന് ഒരുത്തർ റോഡും വന്ന് പഴയ സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഈ പപ്പേട്ടൻ പേപ്പർ വായിക്കുകയും, ശാന്തയെ നിന്നെ വിളിക്കുന്നതാണ്. ഒരാവശ്യമില്ല, അയാൾ കുത്തിത്തിരിപ്പിൻ്റെ ഒരാവശ്യമില്ല. അപ്പം ശാന്ത പുറത്തേക്ക് വന്നിട്ട്, അതാ നിന്നോടെന്തോ ചോദിക്കുന്നത്. അന്നേരം അയാൾ പറഞ്ഞു, പഴയ സാധനം ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെയാ പറഞ്ഞു. അന്നേരം ആ റോഡുമ്മിലുള്ള ആൾ പറഞ്ഞു, പഴയ സാധനം എടുക്കുന്നുണ്ട്, പക്ഷെ ഈ ആക്രി സാധനം എടുക്കില്ല. അത് അതിലും വലിയ പറയും. എല്ലാം ഉണ്ടാവും. വാക്കിൽ, ഒരു നോക്കിൽ, ഒരു പറച്ചലിൽ ഒക്കെയാണ് ഈ ഏകത നഷ്ടപ്പെടാൻ സാധ്യത. പക്ഷെ ആ ഏകത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. കുഞ്ചൻ നമ്പ്യാർ ഏകത നഷ്ടപ്പെടാതെ തമാശ പറഞ്ഞ ഒരാളാണ്. അതെല്ലാം ഇവിടെ ഉണ്ട്. ഇന്നാ പറഞ്ഞിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടും.